ഖാജ റളിയല്ലാഹു അൻഹുവിന്റെ ദർഗാ ഷരീഫിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ചെന്ന് സിയാറത്ത് ചെയ്ത് അവിടെ നിന്ന് അങ്ങനെ ആയിരിക്കും നമ്മുടെ ഖാജയുടെ ഉറൂസ് ജനുവരി 15-ാം തീയതി നടക്കുക. ഇൻഷാ അല്ലാഹ് നോക്കിയാൽ നിങ്ങൾ ബദരീങ്ങളുടെ പേര് നമ്മൾ ദിവസവും പറയാറില്ലേ? അവർ എത്ര പേര് ബദരീങ്ങളുടെ പേര് കാണാതെ പഠിച്ച ഒരു സദസ്സിലുണ്ട്. അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ ബദരീങ്ങളുടെ പേര് പറയാതെ നമ്മൾ ഈ മജ്ലിസ് അവസാനിപ്പിക്കാറില്ലല്ലോ. അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതാതെ നമ്മൾ ഈ മജ്ലിസ് അവസാനിപ്പിക്കാറില്ലല്ലോ. ആ ഫാത്തിഹകളെ അവർക്ക് ഹദിയ ചെയ്യാൻ, അവർക്ക് മാത്രമല്ല ബദറിൽ പങ്കെടുത്ത് ബദരീങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന 5000-ഓളം വരുന്ന മലക്കുകളുടെ മേൽ ഹദിയല്ലേ? നമ്മളൊന്ന് ആലോചിക്കണേ. അങ്ങനെ നമ്മളൊരു ഉറൂസ് നടക്കുമ്പോൾ, ഖാജയുടെ ഉറൂസ് നടത്തുമ്പോൾ ആ ബദരീങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവില്ലേ? ആ മഹാന്മാരായ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവില്ലേ? നിങ്ങളൊന്ന് ആലോചിക്കണേ. അവർക്ക് എന്തായാലും വരുമല്ലോ. ഖാജയുടെ സാന്നിധ്യം എന്തായാലും ഉണ്ടാവുമല്ലോ. എത്ര ദിവസമായി, ഓരോ ദിവസവും തന്നെയല്ലേ ഖാജയുടെ ഉറൂസ് നടത്തും. എന്തായാലും ആ സാന്നിധ്യം നോക്കൂ നിങ്ങൾ. എത്ര ദിവസം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തു. ഒരു ദിവസം നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. വെള്ളിയാഴ്ച രാവല്ലാത്തൊരു ദിവസം നമ്മളിവിടെ ഭാഷണം നടത്താറില്ല. എല്ലാ വർഷവും വെള്ളിയാഴ്ച രാവിലേക്ക് വരുന്നത്. എത്ര നോക്കി ഞങ്ങൾ ശനിയാഴ്ചത്തേക്ക് കിട്ടാൻ. കുറെ പാവപ്പെട്ട ജനങ്ങളുടെ മനസ്സിൽ കയറിയ കുറെ വികാരങ്ങളെ അത് ഉണർത്തിവിടുക. നിങ്ങൾ എന്താ പറയുന്നത്? നമ്മൾ ഇന്ന് ദർഗയിലേക്ക് പോവുകയാണ്. ഏത് ഇവിടെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഇസ്ലാമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് പറയുന്നത്. ബദർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇസ്ലാമുള്ള കാര്യം ആണ്. പക്ഷെ അതിന്റെ മറബിൽ കരിഞ്ചന്ത നടത്തുക, ബദരീങ്ങളുടെ പേരിൽ കരിഞ്ചന്ത നടത്തുക, മലക്കുകളുടെ പേരിൽ കരിഞ്ചന്ത നടത്തുക. എന്നിട്ട് എന്താ പറയണത്? അജ്മീറിലെ ഹാജ ഒന്നും ഹാളിറല്ലേ? ഏത് കിതാബിന്റെ അടിസ്ഥാനത്തിലാണ് മൊയ്ലിയാരെ? ഏത് ഖുർആന്റെ അടിസ്ഥാനത്തിൽ? ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂന്നേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബവിയിലെ ആ ഖബർസ്ഥാനില്ലേ, അത് വെച്ചിട്ട് ഇയാൾ പ്രസംഗിച്ച പോലെ അബൂബക്കർ സിദ്ദീഖ് പ്രസംഗിച്ചിട്ടുണ്ടോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചിട്ടുണ്ടോ? അവരിൽ വ്യാഴാഴ്ച രാവില്ലായിരുന്നോ? വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാവൊക്കെ അല്ലായിരുന്നോ? അവരാരെങ്കിലും ഇങ്ങനെ ചെയ്തിരുന്നോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിങ്ങോട്ട് പറ, അതിങ്ങോട്ട് തെളിവുദ്ധരിക്ക്.